വന്നിട്ടുള്ളത്. അപ്പൊ ഈ ചാലഞ്ച് ഞങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കൂ. നമ്മളെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ് സജസ്റ്റ് ചെയ്തൊരു ചാലഞ്ച് ആണ്. അതെ ഗൈസ്, കമന്റ് ബോക്സിൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചാലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സല്ലു അത് കണ്ടുപിടിച്ചു. സംഭവം നല്ലൊരു ഐഡിയ ആയിരുന്നു ഗൈസ്. അപ്പൊ അത് കണ്ടപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നി ആ നല്ല ഐഡിയ ആണ്, എന്നാ പിന്നെ എന്തായാലും ചെയ്യാം. ഞങ്ങൾക്ക് എന്തൊക്കെ തിന്നാൻ തരുന്നു. അതെ, കുക്ക് ചെയ്യാത്തത് വരെ തന്ന. അപ്പൊ പിന്നെ പകുതി കുക്ക് ചെയ്തത് ഓവർ കുക്ക് ആയതൊക്കെ ഒരു കഴിക്കട്ടെ. ചിക്കൻ വരെ അതെ, പണ്ട് പച്ചമീൻ വരെ തിന്നിട്ടുണ്ട്. ഞാനല്ല. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മള് ചാലഞ്ചിന്റെ പേര് പറഞ്ഞ പോലെ തന്നെ ഒരാൾക്ക് ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡ്, ഒരാൾക്ക് നോർമൽ കുക്ക് ചെയ്യുന്ന ആ ഒരു ലെവലിലുള്ള ഫുഡ്, ഒരാൾക്ക് കരിഞ്ഞിട്ടുള്ള ടൈപ്പ് ഫുഡ് ആയിരിക്കും. അപ്പൊ ഇന്നത്തെ ഈ ഫുഡ് ചാലഞ്ചിൽ ആരൊക്കെയാണ് ഇനി ഇരകളാവാൻ വേണ്ടി പോകുന്നത് നമുക്ക് പറയാൻ പറ്റൂല. എന്തായാലും ഞങ്ങൾ സർവ്വശക്തിയും വീണ്ടെടുത്ത് കാത്തിരിക്കുകയാണ്. ഞങ്ങൾ ബൗള് മുന്നിൽ കൊണ്ടുപോകും, ഞങ്ങൾക്ക് ശക്തി വരട്ടെ. അതെ, ബൗള് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ റെഡിയാവും. ചില സാധനങ്ങൾ ഈ ഓവർ കുക്ക് ആയാലൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ? ഇപ്പൊ എക്സാമ്പിൾ മാഗി അല്ല, നല്ല സൂപ്പി മാഗി ആലോചിച്ച് നോക്കി. മാഗി അത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അലിഞ്ഞു പോകും. ഇപ്പൊ ഉരുളക്കിഴങ്ങ് നല്ല ഓവർ കുക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് മാഷ്ഡ് പൊട്ടാറ്റോ ആ രീതി. അത് ശരിയാ. പക്ഷെ ഞാൻ പറയട്ടെ, നിങ്ങളെ പ്രതീക്ഷ കൊറേ മുകളിലാണ്. ഒരു മിനിറ്റ്, ഞാനൊരു എക്സാമ്പിൾ അതിന് പറയാം. നമ്മള് ഒരു ചിക്കന്റെ പീസ് അത് ഓവർ കുക്ക് ആയി കഴിഞ്ഞാൽ കരിഞ്ഞ് അത് വെറും കരിക്കട്ട പോലെ ആയി പോലെ. അങ്ങനത്തെ ആണെങ്കിലോ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമുക്ക് മാഷ്ഡ് പൊട്ടാറ്റോ ഒന്നല്ല വരാൻ പോകുന്നത്. അഞ്ചി പറഞ്ഞ പോലെ തന്നെ ചിക്കൻ പുഴുങ്ങിയതോ ചിക്കൻ പൊരിച്ച് കരിച്ചതോ ഇതെന്തെങ്കിലും ആയിരിക്കും വരാൻ പോകുന്നത്. അതെ, അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മളിത് ഫസ്റ്റ് റൗണ്ടിലേക്ക് കടക്കാണ്. ഫസ്റ്റ് റൗണ്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. ഇതിൽ ഏതോ ഒന്ന് ഇങ്ങനെ ഓവർ കുക്ക് ആയിട്ടുണ്ട്, ഏതോ ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട്, ഏതോ നല്ല കുക്കിലൊരു സാധനം. എന്താണെങ്കിലും അതിന്റെ ഉള്ളിലുള്ള ഫുഡിനെ കണക്കാക്കിയിട്ട് ഇരിക്കുക, എന്തൊക്കെ എങ്ങനെയൊക്കെ തിന്നാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് പേപ്പർ സീസൺ കഴിഞ്ഞ പ്രാവശ്യം ഫുൾ തോറ്റ് തിന്നെ പടിയതായിരുന്നു. നോക്കാം. സ്റ്റാർട്ട് പേപ്പർ സീസൺ. ഓക്കെ, ഇനി ആരാ? അപ്പൊ നിങ്ങൾ രണ്ടാളും കളിക്കും. അപ്പൊ ഞാൻ ഫസ്റ്റ് 3 സെക്കൻഡ് ഷാമി തേർഡ്. ഓക്കെ, അപ്പൊ ഞാൻ സെലക്ട് ചെയ്തിട്ട് വേഗം ആയിക്കോട്ടെ. പ്ലേറ്റുകൾ ഞാനിത്. ഇനിയായി ഞാനിത്. ഓക്കെ, സ്മെല്ലൊന്നും കാര്യമായിട്ട് കിട്ടുന്നില്ല കേട്ടോ. മണം വരുന്നുണ്ടോ? അപ്പൊ കരിച്ചത് ഇത് നഗറ്റ്സ് അല്ലേ? പക്ഷെ ഇതിൽ ഏത് വേവിച്ചില്ല. ഇത് ഹാഫ് കുക്ക്ഡ്. തീരെ വേവിക്കാതിരുന്നില്ല. അത് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ട്. പ്ലീ ആയിട്ട് അയ്യേ ഇതൊക്കെ അങ്ങനത്തെ ഉണ്ട്. അതിനെക്കാട്ടും നല്ല കരിച്ചതാ. കരിഞ്ഞാലും വേണ്ടിയില്ല, എനിക്ക് വേവിക്കാത്ത തിന്നാൻ പറ്റില്ല. എനിക്കിതാ കറക്റ്റ് കുക്കായിട്ടുള്ള നല്ല അടിപൊളി നഗറ്റ്സ്. അതല്ല സല്ലു, ഇത് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇതാക്കി എടുത്തു. സിമ്പിൾ പരിപാടി. അത്ര കഷ്ടപ്പാടൊന്നുമില്ല ഇതിന്. കരിഞ്ഞ തിന്നട്ടെ. ചീസൊക്കെ അതിന്റെ ഉള്ളിൽ അങ്ങനെ കിടക്കുന്ന നല്ല നോക്കുന്നതിന് കൊറേ ചീസൊക്കെ ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ ഒരു സാധനമില്ല. അറിയാൻ വയ്യായിട്ട് ചോദിക്കുക, അതിൻ്റെ ഉള്ളിൽ നിന്ന് കുത്തി തുറന്ന് എടുത്തതാണോ സാധനം? ഇത് നല്ല കറക്റ്റ് കുക്കാ. ഇത് കണ്ടോ, ഇത്രയും എന്താ പറയാ സോഫ്റ്റ് ആയിട്ടുള്ള നഗറ്റ്സ് ആണ് ഗൈസ്. ഇത് കണ്ടോ ഗൈസ്, ഇത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പച്ച മീൻ പോലെ. ഇത് മൊത്തത്തിൽ ഒന്നും ആയിട്ടില്ല. ഇത് കുക്കായി കഴിഞ്ഞാലല്ലേ തിന്നെ, അതിനല്ലേ ഈ സാധനം. ഇതായാലും കൂടെ കരിഞ്ഞ മീൻ പോയാണ്. ഇത് നല്ല എണ്ണയിലിട്ട് വറുത്തെടുത്തോണ്ട് തന്നെ എണ്ണ മൊത്തം ഇതുണ്ട്. നമുക്ക് പ്ലേറ്റിലൊക്കെ അങ്ങനെ തന്നെ എണ്ണുണ്ട്. ഇതിനെന്തോ ഒരു വെറൈറ്റി ടേസ്റ്റ്. ഇത് എന്തോ സംഭവം നഗറ്റ്സാ? ചീസ് കോൺ നഗറ്റ്സ്. അതാണ് സ്വീറ്റ് കോൺ ഉണ്ട് ഇതില്. ഒരു വിവരമില്ലാത്ത അതിന് ഇത് കൊടുത്താലും മതിയായിരുന്നു. ഇഷ്ടപ്പെട്ടായിരുന്നു. മാവ് തിന്നുന്ന പോലെ ഉണ്ട്. ഇത് കോൺഫ്ലവർ ആണെന്ന് തോന്നുന്നു ഉള്ളില് മൊത്തം. ചിക്കൻ നഗറ്റ്സ് ഒന്നല്ല, അത് വെജിറ്റബിൾ നഗറ്റ്സാ. വെജിറ്റബിൾ ഞങ്ങൾ തിന്നാറേ ഇല്ല. ചിക്കൻ പിന്നെ പക്ഷെ പച്ച ചിക്കൻ തിന്നേണ്ടി വരൂ. മനസ്സിലാക്കാൻ പറ്റട്ടെ, ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ചിക്കൻ ആണോ? തോല് മാത്രം തിന്നുന്നതോ? കൊട്ട് പോണുണ്ട്. ഞാൻ അങ്ങനെ തിന്നു തീരാല്ലേ. ഇനി ആക്കൂടെ 2 എണ്ണ ബാക്കിയുള്ളൂ. അയ്യോ വേണ്ട, ഒരു മിനിറ്റ്, ഞാൻ സാധനം കാണിച്ചില്ല. ഇത് 2 എണ്ണത്തിന്റെ പകുതിയാണ്. ഇത് രണ്ടും കൂടി ഉരുട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നഗർത്ത. അതായത്
അത് ആ കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് ഓൾ അതെ, ഇനി ഇത് എടുത്തിട്ട് പൊരിച്ചു കഴിഞ്ഞാൽ നഗറ്റ്സ് പൊരിച്ചതായി. മറ്റേ ചീസ് ഇതിൽ കുറച്ച് ചെറുതായിട്ടുണ്ട്. അതിന്റെ ഒറിജിനൽ രൂപത ഇതാണ് കേട്ടോ. ഇങ്ങനെയാണ് കണ്ടോ ഇങ്ങനെയാണ് ശരിക്കും ഒരു നഗറ്റ്സ് ഉണ്ടാവുക. കണ്ട അതിന്റെ ഉള്ളിൽ ഇങ്ങനെയുമല്ല ഇങ്ങനെയുമല്ല, ഇങ്ങനെയാണ് കറക്റ്റ് നഗറ്റ്സ്. സെക്കൻഡ് റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പൊ ഈ റൗണ്ടിൽ ആരാണ് ഇരകളാവാൻ വേണ്ടി പോകുന്നത് നമുക്ക് നോക്കാം. നല്ല എനർജി ഉണ്ട്. ഞാനായിരുന്നു വലിയൊരു പടുകൂറ്റനര. ഞാൻ പിന്നെ കുഴപ്പമില്ലാതെ ഒരു മീഡിയം ലെവലിൽ. അതെ, കരിഞ്ഞാലും തിന്നെ, പക്ഷെ വേവാതെ തിന്നാ. കുത്തിക്കോ. ഓക്കെ, അപ്പൊ ഇനി ഞാനല്ലേ? ഇപ്രാവശ്യം നേരെ തിരിച്ചാന്ന് തോന്നുന്നു. ഞാനിത് ഞാനത് ഞാൻ നേരത്തെ ഇവിടുന്നല്ലേ എടുത്തത്. അതൊന്നും എനിക്കറിയില്ല. ഞാനത് ഓള് മാറ്റിയെടുത്ത്. അതല്ലേ വേണ്ടത്. ഇതാണല്ലേ. ചിലപ്പോ ഞാൻ നല്ല പണി എരുന്ന് മേടിച്ചിട്ടുള്ളത് പറയാൻ പറ്റില്ല. നല്ലതാണ് തന്നത്. ഇത് മറ്റേ പാസ്ത അല്ലേ? പാസ്ത അയ്യേ, ഇത് നോർമലാ? സല്ലു, ഞാൻ ഓവർ കുക്ക്ഡ് ആയി എന്ന് പറഞ്ഞ ഇത്ര പെട്ടെന്ന് കേട്ടോ? വെൽ കുക്ക്ഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കഴിഞ്ഞതാ ഗൈസ്. അത് വെറുതെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നോർമൽ പാസ്തയാണ് ഗൈസ്. നല്ല കുക്ക്ഡ് പാസ്തയാണ് ഗൈസ്. എനിക്ക് ഹാഫ് കുക്ക്ഡ് ആണ്. കണ്ടോ, മാവൊക്കെ അതേപോലെ തന്നെ കിടക്കുന്നത്. കണ്ടോ, അതൊക്കെ മാവാണ്. പിന്നെ ഈ വെള്ളം കണ്ടല്ലേ, ഇതിലെല്ലാ സത്തുക്കളും ഉള്ള വെള്ളമാണ്. ഇതിപ്പോ മൈദന്റെ വെള്ളം കലക്കി കുടിക്കുന്ന പോലെ ഉണ്ടാവും. അതുപോലെ ഞാനിവിടെ കട്ട് ചെയ്ത് കഴിക്കണം, കേക്ക് തിന്നുന്ന പോലെ. ആദ്യം നമുക്കിത് മുറിച്ചു വെക്കാം ഗൈസ്. അപ്പൊ നമുക്ക് എടുത്ത് കഴിക്കാൻ അതെ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. പിന്നെ അത് എടുത്തെടുത്ത് കഴിക്കുമ്പോഴേ ഒരു ഇതുണ്ടോ? ആഹാ, കഷ്ണം ഇതൊക്കെ നോക്കിയേ. ഏത് നാട്ടിലും ഇങ്ങനത്തെ പാസ്ത ഉണ്ടാവും? വർഷങ്ങളോളം സൂക്ഷിച്ചു വെച്ച പാസ്ത പോലെ ഉണ്ട്. സ്കൂളിൽ നമ്മള് കൊണ്ടുപോകില്ലേ, ചില ദിവസത്ത് മാഗി ഉണ്ടാക്കി കൊണ്ട് ഉച്ച ആകുമ്പോഴത്തേക്ക് ലഞ്ച് ബോക്സ് തുറക്കും, മാഗി ഉണ്ടാവും ഒരു സൈഡില് പോയി നിൽക്കുന്നത്. അതേപോലെ ഇത് അതിന്റെ ഇടയിൽ കൂടെ കരിഞ്ഞ ഭാഗങ്ങൾ വേറെ ഉണ്ട്. ഈ ബ്രൗൺ കളർ കാണുന്നതൊക്കെ നിങ്ങൾ വിചാരിക്കും ഉള്ളി പൊരിച്ചതാണ്. അതല്ല, പാസ്തയിൽ ഉള്ളി പൊരിച്ചിട്ടുണ്ടാവില്ലല്ലോ. ഇതൊക്കെ കരിഞ്ഞ പാടുകളാ ഗൈസ്. അടി പിടിച്ചതാന്ന് തോന്നുന്നു. പക്ഷെ എന്റെ അത് നോക്ക് ഗൈസ്, നല്ല സോഫ്റ്റ് ആയിട്ട്, നല്ല ആ ഒരു ചീസിലൊക്കെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള. കുറച്ച് വെള്ളം വറ്റി പോയിട്ടുണ്ട്, അത് പറയണ്ട ആരോടും. അത് കുറച്ച് നേരമായി ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് നേരമായുള്ളൂ. ഇതെല്ലാം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കിയതാണ് ഗൈസ്. കറക്റ്റ് എല്ലാം ഉരുണ്ട് കുഴഞ്ഞ് മാവ് പരിവായുണ്ട്. ഇതില് പാസ്ത ഞാൻ പറയണ്ടേ, അത് പാസ്ത സൂപ്പാന്ന് വിചാരിച്ചിട്ട് കുടിച്ചു. പാസ്ത പായസാക്കി വെച്ചിരിക്കുന്നു ഇപ്പൊ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട്. ഇഷ്ടപ്പെട്ടു തോന്നുന്നു. കഴിക്കണ്ടല്ലേ വീണ്ടും ആഗ്രഹത്തോടു കൂടി. അതില് സ്വീറ്റ് കോൺ ഉണ്ട്. സ്വീറ്റ് കോൺ ഉണ്ട്, അതെനിക്ക് ഇഷ്ടമാണ്. അത് പിന്നെ ഹാഫ് കുക്ക്ഡ് ആയാലും വലിയ വിഷയമില്ല. ഇത് ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പ് പോലെ തോന്നില്ല ശ്രീക്ക്? അത്ര തോന്നില്ല. വെറുതെ വേണ്ട, ഈ എന്റെ കഴിച്ചാൽ മതി. നമ്മള് മൂന്നാമത്തെ റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. 2 റൗണ്ട് എനിക്ക് പാളി. ഒന്ന് വേവാത്ത കിട്ടി, ഒന്ന് വെന്ത് കുഴഞ്ഞത് കിട്ടി. എനിക്ക് ഒരു റൗണ്ട് നല്ല അടിപൊളി റൗണ്ട് ആയിരുന്നു, ഒരു റൗണ്ട് കുഴപ്പമില്ലാത്തൊരു റൗണ്ട് ആയിരുന്നു. സംബന്ധിച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. അതേപോലെ തന്നെയാണ് എന്റേത്. ഒരു റൗണ്ട് ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് കഴിഞ്ഞ റൗണ്ടേ. ഇതൊക്കെ വായിച്ചെടുക്കാൻ പറ്റുമോ? ഫീൽ ചെയ്ത സാധനം. എനിക്കറിയില്ല, കഴിഞ്ഞ പ്രാവശ്യം ഇതാന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം നേരെ ഓക്കെ, ഞാൻ സെലക്ട് ചെയ്യുന്നു ഇത്. ഞാനിത് ഞാൻ എല്ലാ സ്ഥലവും കയറി വാങ്ങിച്ചിട്ടുണ്ട്. അവിടുന്ന് എടുത്തു, ഇവിടുന്ന് എടുത്തു. ഓക്കെ, വെന്തത് എനിക്ക് തിന്നാൻ വയ്യ സത്യമായിട്ട്. ഒന്നും ഇല്ലാന്നാ തോന്നുന്നു. ആവിയാണ്. ഒന്നുമില്ല. ഓക്കെ, അത് കണ്ടിട്ട്
ഇത് കണ്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ? എനിക്ക് നോർമലി 5 ഓവർ കുക്ക്ഡ്. ഇവൻ എന്തിലോ വീണ് വെന്തുരുകി പോയതാന്ന് തോന്നി. അതിനും ഇതിന്റെ അവസ്ഥ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതുണ്ടോ, ഇത് ഹാഫ് കുക്ക്ഡ്. ഇത് കണ്ട എന്ത് സ്വർണ്ണ നിറത്തിലുള്ളത്. ഇത് കരിഞ്ഞ് ഒന്നും അല്ലാണ്ട്. നല്ല ലുക്കുള്ള ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ച് നോക്ക്. കറക്റ്റ് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറയുമ്പോ ആ കറക്റ്റ് രൂപത്തിൽ തന്നെ വന്നില്ല. ഓ, അതിന് എത്രയും പറഞ്ഞോ ഒരു ഫ്രഞ്ച് ഫ്രൈസ് അല്ലത്. ദൈവം ഇതെല്ലാം കൂടി ഇതുമാതിരി കല്ല് പൊടിക്കുന്ന കാര്യം ഇതുണ്ടോ. ഇവിടെ അങ്ങോട്ട് എറിഞ്ഞെടുക്കും. നോക്ക്. അയ്യോ ഇതുണ്ടോ നോക്കി. എല്ലാം കൂടി ഇത് എന്തോ ആയി പോയിട്ടുണ്ട്. ബേക്ക് ചെയ്തെടുത്താണോ സല്ലി? പൊടിച്ചിട്ട് കഴിക്കണം. ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം കൂടി മടക്ക് പോലെ ആയില്ലേ. എനിക്ക് നല്ല ഫ്രഞ്ച് ഫ്രൈസ് ആ കിട്ടിയത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് എണ്ണയിലിട്ടാ പൊരിച്ച് ഉള്ള പകുതി എണ്ണ കുടിച്ച് ചത്ത് കിടക്കണ്. ഇത് കണ്ടോ, ഇത് മൊത്തം എണ്ണയാണ്. മുറിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? മുറിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതാ ഓണ് പകുതി വെന്തല്ലേ. ഞാൻ പറഞ്ഞ മാഷ്ഡ് പൊട്ടറ്റോ ഇരുട്ടാക്കാം. അതെല്ലാം കൂടി ഉടച്ചുണ്ടാക്കി അവള് പറഞ്ഞ മാഷ് പൊട്ടറ്റോ ഇന്റെതെല്ലാം കൂടി യുദ്ധഭൂമി പോലെ. അതന്നെയല്ലേ ഓള് നേരത്തെ പറഞ്ഞ അങ്ങനത്തെ സാധനങ്ങൾ നല്ലതൊന്നും കൂട്ടി കഴിക്കാൻ പാടില്ല. ഇതിന്റെ ടേസ്റ്റ് അറിയുന്നത് ഇന്റേതുണ്ട് യുദ്ധഭൂമി പോലെ ആയി കേസ്. എല്ലാം ഒന്ന് തൊടുമ്പത്തേക്ക് ഇങ്ങനെ പൊടിഞ്ഞ് ഇതിന്റെ ഉള്ളിലൊന്നും ഒരു സാധനം എന്ത് ടേസ്റ്റ് ആണല്ലോ ഈ നമ്മള് സ്നാക്സ് പോലത്തെ ടേസ്റ്റ് ഉണ്ടാവും. ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഇതെന്ന് പറയുമ്പോൾ ഈ നമ്മള് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് അതിൽ ഒന്നൊക്കെ ഉണ്ടാവില്ല, അടിയിൽ കരിഞ്ഞ് എപ്പോഴും പോരുമ്പോ കിട്ടാതെ കരിഞ്ഞ് അവന്റെ രുചിച്ചൊക്കെ ഉണ്ടോ? അതേ ടേസ്റ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിണ്ട്. കാര്യം ആ ഒരു കരിഞ്ഞ ടേസ്റ്റ് എങ്ങനെയാന്നറിയാം. ഇവിടുത്തെ ടേസ്റ്റ് എന്ന് പറഞ്ഞാല് ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ് ഒരു 10 മിനിറ്റ് വെറുതെ എണ്ണയിലിട്ടേക്കുക. 10 മിനിറ്റ്. 10 മിനിറ്റ് അല്ലല്ല, ചുമ്മാ ഉള്ള എണ്ണ. എന്നിട്ട് അത് കോരി എടുക്കുക. എന്നിട്ട് അത് ചുമ്മാ ഒന്ന് പാനിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ എടുക്കുക. അതാണ് ഇത്. അപ്പൊ നമ്മളിത് അടുത്ത റൗണ്ടിലേക്ക് കടക്കാണ്. വളരെ ആലോചിച്ചിട്ട് വേണം ഈ റൗണ്ടിൽ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പക്ഷെ ആലോചിച്ചൊന്നും കിട്ടൂല. അതെ, ആലോചിച്ചിട്ട് പ്രത്യേകിച്ച് പിന്നെ ആലോചിക്കേണ്ട എന്തെങ്കിലും എടുക്കുക. എന്റെ മുന്നിലുള്ള എടുക്കുക. ഞാനിത് എടുക്കുകയാണ്. അപ്പൊ ബാക്കിയുള്ളത് എനിക്ക്. ഓക്കെ, 3, 2, 1 go. അത് കണ്ടിട്ട് എനിക്ക് ഇന്റേതാണ് കറക്റ്റ് ഓംലെറ്റ് എന്ന് മനസ്സിലായത്. ബുൾസൈ എനിക്ക് മനസ്സിലാവുന്നു കേട്ടോ. കാര്യം അത് തീരെ വന്നിട്ടില്ല. ബ്യൂട്ടിഫുൾ. ഇത് കണ്ടോ, ഇത് ബുൾസൈയാന്ന് പറയാൻ വരെ എനിക്ക് നാളെ എനിക്ക് ഓവർ കുക്ക്ഡ് ആണ് കിട്ടിയത്. എനിക്ക് ഹാഫ് കുക്ക്ഡാ കിട്ടിയത്. എനിക്ക് കറക്റ്റ് കുക്ക്ഡ് ആയിട്ടുള്ള സാധനമാണ് ഗൈസ് കിട്ടിയത്. എനിക്ക് ആദ്യമായിട്ടാണ് ഈ ചാലഞ്ചിൽ ഒരു സാധനം നല്ലത് കിട്ടുന്നത് കേട്ടോ. പക്ഷെ വേറെ എന്തും ഞാൻ സഹിക്കും. ഈ എഗ്ഗില് ഹാഫ് കുക്ക്ഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ ഇത് ആ പാനിലിട്ട് അങ്ങനെ എടുത്ത് പിന്നെ ഇത്രയും ആവാതെ എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും ബുൾസൈയുടെ ഉദ്ദേശം മനസ്സിലാവണ്ടേ. അപ്പൊ നമുക്ക് ഇത് തിന്നോക്കാം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഗൈസ് എഗ്ഗ്. പക്ഷെ ഇങ്ങനെയൊന്നും ഇഷ്ടമല്ല അല്ലേ. ക്രഞ്ചി തോന്നുന്നേ ഇല്ല എനിക്ക്. ശ്രീ അത് മൊത്തം എടുത്തിട്ട് അങ്ങനെ എടുത്ത് വായലിട്ടോ. അല്ലാണ്ട് ഇത് പകുതി എടുത്താൽ എന്തായാലും കിട്ടൂല. എനിക്കറിയാം. പ്ലേറ്റിൽ നിന്ന് വടിച്ച് തിന്നേണ്ടി വരും. അതന്നെ നോക്കിയിരിക്കുമ്പോഴത്തേക്ക് ഇപ്പൊ താഴെ പോവും. അത് ചതച്ചരച്ച് തിന്ന് പൊട്ടിട്ടുണ്ടാവും അല്ലെ. വായിൽ വെച്ചോണ്ടിരുന്ന കൂടുതൽ വീടാവുള്ളൂ. ഫുള്ളിറങ്ങിയില്ല. അങ്ങനെ ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ആ യോക്ക് വായെന്നല്ലേ പൊട്ടി. അത് ഫീൽ ചെയ്തു. അതൊരു വൃത്തികെട്ട മീനായിരുന്നു.
ഞാനത് കഴിഞ്ഞു തിന്നിട്ട് ഭേദമാണ് ഈ കഴിച്ചിലായതാണ്. ഞാൻ ശ്രീ തിന്ന പോലെ തന്നെ തിന്നാൻ പോകട്ടോ. കുറച്ചുകൂടെ ആയിരുന്നു നമുക്ക്. ഓക്കെ ഞാൻ കഴിക്കട്ടെ. എനിക്ക് നല്ല സാധനം കിട്ടി. എനിക്ക് ഇഷ്ടം കഴിച്ച് അങ്ങനെ വിളിച്ചത് കഴിക്കാൻ. ഈ എഗ്ഗിന്റെ യോക്കെല്ലാം കൂടെ കഴിച്ച് നമ്മള് കോഴിമുട്ട പുഴുങ്ങിയ അങ്ങനെ ഉണ്ടാവും അതേപോലെ ആയിട്ട് നോക്ക്. അത് മാത്രം എനിക്ക് ഇതിൽ ടേസ്റ്റ് കിട്ടുന്നുള്ളൂ. കാര്യം അത് ഉള്ളിലായി പോയില്ലേ അല്ലേ? പപ്പടം തിന്നുന്നാണ് ഈ റൗണ്ട് പെട്ടെന്ന് കഴിഞ്ഞു കിട്ടുന്നു സാധനം കിട്ടുന്നു എടുക്കുന്നു കഴിക്കുന്നു. അതെ അതോട് പിന്നെ സമയം ഉണ്ടായിട്ടില്ല. ഇവർക്ക് രണ്ടാക്കും നല്ല ഇഷ്ടപ്പെട്ടോണ്ട് തന്നെ ഇവര് ഇടല് തിന്നൊരു കഴിഞ്ഞു. എനിക്ക് ഇഷ്ടമായി നല്ല ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് തിന്നു. ഈ കരിഞ്ഞ ഈ തിന്നിട്ട് എനിക്ക് എന്തോ ആവുന്നു. ഇവിടെ ഒരു എണ്ണയൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന പോലെ. അതെനിക്ക് ആ ഫ്രഞ്ച് ഫ്രൈസ് വന്നപ്പോ അങ്ങനെ തന്നെ ഒരു എണ്ണ അങ്ങനെ കുടിച്ചൊരു ഫീല്. അതിനെക്കാട്ടി കുറച്ചും കൂടെ വിയേർഡ് ആയിട്ടുള്ള ഒരു ഫീലാണ് ഞാനിരിക്കുന്നത്. നമുക്ക് വെറും 4 റൗണ്ടേ ഉള്ളൂ എന്നാ സല്ല് പറയുന്നത്. എന്തുകൊണ്ടാന്നറിയില്ല. എന്നാലും ഞങ്ങളുടെ ചാലഞ്ച് അതിനുള്ള സമാധാനം ഞങ്ങൾക്ക് ഉണ്ട്. അതെ ഞാൻ ഓവർ കുക്ക്ഡ് തിന്നു, ഹാഫ് കുക്ക്ഡ് തിന്നു, നോർമൽ തിന്നു. 2 ഓവർ കുക്ക്ഡ് ആട്ടോ ഞാൻ തിന്നു. എനിക്ക് ഓവർ കുക്ക്ഡ് കിട്ടിയിട്ടേ ഇല്ല. എനിക്ക് തീരെ കിട്ടിയിട്ടില്ല. ഞാനെന്തൊക്കെ തിന്നാൻ എനിക്ക് മറന്നുപോയി ഗൈസ്. ഞാൻ 2 റൗണ്ടിൽ ഞാൻ നല്ലത് തിന്നത്. പിന്നെ ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ തിന്നത് എനിക്ക് വലിയ കുഴപ്പമില്ല. നഗറ്റ്സ് നല്ല ഓവർ കുക്ക്ഡാണ് കഴിച്ചത്, പക്ഷെ കുഴപ്പമില്ല. ആ തോട് മാത്രം കിട്ടിയത്. എഗ്ഗും ഞാൻ ഓവർ കുക്ക്ഡാണ് കഴിച്ചത്. അത് എന്തോ ഒരു തിന്നപ്പോ എനിക്ക് ഇവിടെ എന്തോ ആവേണ്ടത്. അപ്പൊ ഗൈസ് അത്രേ ഉള്ളൂ ഇന്നത്തെ ചാലഞ്ച്. നിങ്ങൾക്ക് ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തന്നെ പറഞ്ഞിട്ട് ഞങ്ങൾ ചെയ്തൊരു ചാലഞ്ച് ആണ് ഗൈസ്. ഇതുപോലത്തെ അടുത്ത സജഷൻസ് ഒക്കെ ഇനിയും വരട്ടെ. ചിക്കൻ മാത്രം പറയരുത് ഇങ്ങനത്തെ സാധനത്തില്. പച്ച ചിക്കൻ പച്ചമീനൊന്നും പറയരുത്, തിന്നാൻ വയ്യ. അതുകൊണ്ടാണ്. അപ്പൊ ഗൈസ് ഇന്നത്തെ ചാലഞ്ച് ഇത്ര ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളെല്ലാം നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് വരും. അതുവരെ this is ശ്രീലക്ഷ്മി, This is Shamya. This is Ankita. signing off.